എന്താ ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻ? ഒരു വർഷം കഴിഞ്ഞു, പുതിയ വർഷമായി. കലണ്ടർ മനോരമ തന്നെ. അത് പിന്നെ പുതിയ വർഷമല്ലേ, ഈ മാസം തൊട്ട് ജിമ്മിലൊക്കെ പോയി എന്റെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തണമെന്ന് പ്ലാനാണ്. 8 കൊല്ലം കൊണ്ട് ഞാൻ ഇതന്നെ കേൾക്കുന്നേ. അത് മാത്രമല്ല, ഇറങ്ങണ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കണ്ട് അതിന്റെ റിവ്യൂ യൂട്യൂബിലിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കണമെന്നൊരു പ്ലാനും ഉണ്ട്. ഒരു പണിക്കും പോകാത്ത നിനക്ക് ആര് തരോടാ സിനിമയ്ക്ക് പോകാൻ പൈസ? അത് ഓർത്ത് അച്ഛൻ പേടിക്കണ്ട. ഞാൻ ഈ വർഷം എടുത്ത തീരുമാനമാണ്, 5 പൈസ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ കൈ നീട്ടൂല. എനിക്ക് അമ്മ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ നേരച്ചു നിലനിർന്നെങ്കിൽ ഇതുപോലത്തെ 5 ഈ വീട്ടുമുറ്റ് തോടി കളിച്ച് നടന്നേ. പാടത്ത് പണിയെടുക്കേണ്ട പ്രായത്തിൽ ഇത്തിരി പോകുന്ന പിള്ളേരോടെ കളിച്ചടക്കണം മരവാഴ. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു. നിനക്ക് ഒരു 101 തെങ്ങും തേയിലാണ് ഞാൻ പറമ്പിൽ നട്ടിരിക്കുന്നത്. ഇനി അതിൽ ഓരോ തേങ്ങയും വിറ്റുകൊണ്ട് എനിക്ക് എന്റെ കുടുംബം. എല്ലാ മണ്ടരിയും വന്ന തേങ്ങ പോയിട്ട് കൊച്ചങ്ങ പോലും കിട്ടൂല. മണ്ട പോയൊന്നും ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് എന്തുണ്ടായി? ഞാൻ സഹിച്ചില്ലേ, അതുപോലെ അതും സഹിക്കും. നിനക്ക് വേണമെങ്കിൽ കരിക്ക് കിട്ട എൻ്റെ കൂടെ കൂടാ. 1001 രൂപയും ഒരു മൂള കരിക്കും നിന്റെ ശമ്പളം. കരിക്കും പൂള് വേണമെങ്കിൽ ഒന്നല്ല ഒരു 5-6 ഞാൻ തിന്നാ. ഈ കരിക്ക് വെട്ടണ കാര്യം ഈ 1001 രൂപ കൊടുത്തൊരു ബംഗാളി വെച്ചാ പോരെ വെച്ചാ. ആനോ, നീ ആ റേഷൻ കാർഡും ആധാറിഞ്ഞെടുക്ക. അച്ഛൻ പെൻഷന്റെ കാര്യത്തിന് വല്ലതും പോവാണോ? അത് ഈ കൊല്ലം നടക്കുന്ന കാര്യമൊന്നുമല്ല. അതിനൊന്നുമല്ല, റേഷൻ കാർഡിന് മോന്റെ പേരൊന്ന് മാറ്റണം. നല്ല കാര്യം, ഞാൻ എൻ്റെ പേര് മാറ്റണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്ത് ചൂടാ എല്ലാരും വിളിച്ച് കളിയാക്കി മടുത്തച്ച. ഇനിയും ഇടം നല്ല പേരെന്ന് വെച്ചാ. മോന്റെ പേര് മാറ്റുന്ന കാര്യമല്ല, ഈ റേഷൻ കാർഡിൽ നിന്നെ മോനെ മാറ്റി ബംഗാളിയും ചേർക്കാം. അതാകുമ്പോ പണിക്ക് പോകുന്നൊരു മോനെ കിട്ടിയ സന്തോഷത്തിൽ ഈ അച്ഛനും മരിക്കാടാ.